കുഞ്ഞുമക്കളെ ഗുഡ് മോർണിംഗ്. എല്ലാരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? ആണല്ലേ. നമ്മളിപ്പോ എവിടെയാ നിക്കുന്നത്? നോയിക്കേ. ആ, നല്ലൊരു മാവല്ലേ? കണ്ടോ? ശ്രദ്ധിച്ചോ? ടീച്ചർ ഇന്ന് വരുന്ന വഴിക്ക് ഒരു മാന്തോട്ടത്തിൽ കൂടെ വന്നത്. മാന്തോട്ടം എന്താന്നറിയാമോ? എന്താ മാന്തോട്ടം? ഒരുപാട് മാവുള്ള സ്ഥലമല്ലേ? അത് ആരുടെ മാന്തോട്ടമാണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. പറഞ്ഞു തരുന്നത് ഒരു പുതിയ രീതിയിലാ. ഒരു പാട്ടിലൂടെ ടീച്ചർ പരിചയപ്പെടുത്താം ഈ മാന്തോട്ടം ആരുടെയാണെന്ന്. എന്റെ കുഞ്ഞു മക്കള് ശ്രദ്ധിച്ചിരിക്കണം. ആ പാട്ടില് വേറൊരു കാര്യം കൂടെ ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുമോ? ഇരിക്കുമോ? ടീച്ചർ പാടിത്തരട്ടെ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാനും ഞായറും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്നു വിളിക്കുന്നു, മാങ്ങ പെറുക്കാൻ പോരുന്നു. ചൊവ്വയ്ക്കുണ്ടൊരു മാന്തോട്ടം, കാവൽക്കാരൻ ബുധനാണ്. വ്യാഴവും വെള്ളിയും ഓടുന്നു, ശനിയും പുറകെ ഓടുന്നു. കുഞ്ഞുമക്കളെ, പാട്ട് ശ്രദ്ധിച്ചോ? ടീച്ചർ ഒരു പ്രാവശ്യം കൂടെ പാടിത്തരട്ടെ. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാനും ഞായറും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്ന് വിളിക്കുന്നു, മാങ്ങ പെറുക്കാൻ പോരുന്നു. ചൊവ്വയ്ക്കുണ്ടൊരു മാന്തോട്ടം, കാവൽക്കാരൻ ബുധനാണ്. വ്യാഴവും വെള്ളിയും ഓടുന്നു, ശനിയും പുറകെ ഓടുന്നു. പാട്ട് ശ്രദ്ധിച്ചോ? ടീച്ചർ ഓരോ വരി പാടിത്തരട്ടെ. ടീച്ചറിന്റെ കൂടെ പാടുമോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. റെഡി ആണോ? പാടിത്തരട്ടെ. ഓരോ വരി വെച്ച് പാടിത്തരാം കേട്ടോ. ഞാനും ഞായറും ഒരുമിച്ച്. പാടിക്കേ. ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ. പാടിക്കേ. ആ, തിങ്കൾ വന്ന് വിളിക്കുന്നു. ഇച്ചിരി ശക്തിക്കൊന്ന് പാടിക്കേ. മാങ്ങ പെറുക്കാൻ പോരുന്നു. ചൊവ്വയ്ക്കുണ്ടൊരു മാന്തോട്ടം, കാവൽക്കാരൻ ബുധനാണേ. ആ, വ്യാഴവും വെള്ളിയും ഓടുന്നു. ഉറക്കെ പാടിക്കേ. ശനിയും പുറകെ ഓടുന്നു. പഠിച്ചോ? കുഞ്ഞുമക്കളെ, പാട്ട് ശ്രദ്ധിച്ചോ? മാമ്പഴത്തിന്റെ കാര്യം മാത്രമാണോ ടീച്ചർ പറഞ്ഞു തന്നത്? ആണോ? അല്ലല്ലേ. പിന്നെ ആരുടെ കാര്യ പറഞ്ഞത്? വേറെ ആരുടെയൊക്കെയോ പേര് ടീച്ചർ പറഞ്ഞല്ലോ. പറഞ്ഞേ. ആ, ഞായർ, പിന്നെ തിങ്കൾ, പിന്നെ ചൊവ്വ. എന്തുവാ ഞായർ, തിങ്കൾ, ചൊവ്വ ഒക്കെ? എന്തുവാ? ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ആഴ്ചകളുടെ പേരാണ് അല്ലേ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ.
ടീച്ചറിന്റെ കൂടെ പറയാമോ? ഉറക്കെ പറയണം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. എത്ര ദിവസമുണ്ട് ആഴ്ചയില്? എണ്ണിക്കേ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. എത്ര ദിവസമാ? 7 ദിവസം അല്ലേ? ആഴ്ചയിലെ 7 ദിവസങ്ങൾ കൂടെ ചേർന്ന ഒരു പാട്ടല്ലേ? ഒന്നിച്ച് പാടിയാലോ? ടീച്ചറിന്റെ കൂടെ ഒന്ന് പാടിക്കേ. റെഡിയാണോ? ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് മിടുക്കരായിട്ട് നിന്നേ. കൂടെ പാടാം. പാടാം. ഞാനും ഞായറും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്ന് വിളിക്കുന്നു, മാങ്ങ പെറുക്കാൻ പോരുന്നു. ചൊവ്വയ്ക്കുണ്ടൊരു മാന്തോട്ടം, കാവൽക്കാരൻ ബുധനാണ്. വ്യാഴവും വെള്ളിയും ഓടുന്നു, ശനിയും പിറകെ ഓടുന്നു. കുഞ്ഞുമക്കളെ, ഒന്നുകൂടെ പാടിയാലോ? ആഴ്ചയിലെ 7 ദിവസവും നമ്മുടെ മാന്തോട്ടത്തിന്റെ കാര്യവുമല്ലേ നമ്മൾ പറഞ്ഞത്? പറഞ്ഞു തരണോ ഒന്നും കൂടെ? വേണോ? ചേർന്ന് പാടിയാലോ? റെഡിയാണോ? ഓക്കെ. ഞാനും ഞായറും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്ന് വിളിക്കുന്നു, മാങ്ങ പെറുക്കാൻ പോരുന്നു. ചൊവ്വയ്ക്കുണ്ടൊരു മാന്തോട്ടം, കാവൽക്കാരൻ ബുധനാണ്. വ്യാഴവും വെള്ളിയും ഓടുന്നു, ശനിയും പിറകെ ഓടുന്നു. ഇഷ്ടമായോ? പാട്ട് ഇഷ്ടപ്പെട്ടോ? എല്ലാരും പാടണം കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പാടിക്കൊടുക്കണം കേട്ടോ. പിന്നെന്ത് ചെയ്യണം? ആഴ്ചയിലെ 7 ദിവസങ്ങളുടെ പേരും പറഞ്ഞു കേൾപ്പിക്കണം. ടീച്ചറിന്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? ഒന്നാമത്തെ ദിവസം ഏതായിരുന്നു? ഞായർ അല്ലേ? രണ്ടാമത്തെ ദിവസമോ? മിടുക്കര, തിങ്കൾ അല്ലേ? മൂന്നാമത്തെ ദിവസമോ? ചൊവ്വ. നാലാമത്തെ ദിവസമോ? ബുധൻ. അഞ്ചാമത്തെ ദിവസമോ? വ്യാഴം. ആറാമത്തെ ദിവസമോ? വെള്ളി. ഏഴാമത്തെ ദിവസമോ? ശനി അല്ലേ? അപ്പം ആഴ്ചകളുടെ പേരും പറഞ്ഞു കൊടുക്കുമല്ലോ. മിടുക്കരാകട്ടോ. എന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും ടീച്ചർ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ടെന്ന് ടീച്ചർക്ക് അറിയാം കേട്ടോ. കുട്ടികളെ, ടീച്ചർ ഈ മുറിയിലോട്ട് കയറി വന്നപ്പം നല്ലൊരു മണം. എന്തോ ഒരു കാര്യം അകത്ത് മുറിക്കുന്നുണ്ട്. അകത്ത് മുറിക്കുന്ന ആ മണം ടീച്ചർക്ക് ഇപ്പൊ ഇവിടെ കിട്ടുന്നുണ്ട്. മക്കൾക്ക് വല്ലതും മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? ടീച്ചർ ഒരു കടങ്കഥ പോലെ ഒരു കാര്യം ചോദിക്കട്ടെ. കടങ്കഥ എന്താന്ന് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞല്ലോ, ഒരു പച്ച ബസ്, ചുവപ്പ് സീറ്റ്, അതിലെല്ലാം കരിമണി പോലെ ആൾക്കൂട്ടോന്ന് പറഞ്ഞപ്പം എന്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. ഏത് പഴമായിരുന്നത്? ആരായിരുന്നു? തണ്ണിമത്തനല്ലേ? നമ്മൾ ഇന്നലെ തണ്ണിമത്തനെ പരിചയപ്പെട്ടു അല്ലേ? ഇന്നും അതുപോലെ ടീച്ചർ ഒരു കടങ്കഥ പറയാം. പറയട്ടെ? ശ്രദ്ധിച്ചിരിക്കണം. കടങ്കഥ ഇങ്ങനെയാ കേട്ടോ. അകത്തറുത്താൽ പുറത്തറിയും. അറുത്ത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലായോ? നമ്മൾ മുറിക്കുന്നതിന് പറയുന്ന മറ്റൊരു പേരാ. അപ്പം കടങ്കഥ ഇങ്ങനെയാ. അകത്തറുത്താൽ
പുറത്തറിയും. വല്ലോം പിടി കിട്ടിയോ? കിട്ടിയോ? ഇല്ലല്ലേ? ഒരു പഴമാണെന്ന് മനസ്സിലായോ? മനസ്സിലായല്ലേ? ടീച്ചർ എന്നാ ഒന്നും കൂടെ സഹായിക്കട്ടെ നിങ്ങളെ. അതും ഒരു കടങ്കഥയാ. ശ്രദ്ധിച്ചിരുന്നോണം. ഈ രണ്ട് കടങ്കഥയുടെ ഉത്തരം ഒന്നാണ്. ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അച്ഛൻ പരുപര, അമ്മ മിനുമിന, മക്കൾ മണിമണി. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. അച്ഛൻ പരുപര, അമ്മ മിനുമിന, മക്കൾ മണിമണി. എല്ലാം പിടികിട്ടിയോ? രണ്ട് കടങ്കഥയുടെയും ഉത്തരം ഒന്നാ. കിട്ടിയോ? ഇല്ലല്ലേ? ഒന്നും കൂടെ സഹായിക്കട്ടെ ടീച്ചർ. ഒരു കടങ്കഥയും പറയാം. ഈ മൂന്ന് കടങ്കഥയുടെയും ഉത്തരം ഒന്നാണ്. ശ്രദ്ധിച്ചു കേക്കുമോ? കേക്കുമോ? ഇഷ്ടമാണോ കടങ്കഥ കേക്കാൻ? ഇഷ്ടമാണല്ലേ? എന്നാ മൂന്നാമത്തെ കടങ്കഥ. പെട്ടി പെട്ടി മുള്ളുള്ള പെട്ടി, പെട്ടി തുറക്കുമ്പോൾ നാടാകെ നറുമണം. പറഞ്ഞു തരട്ടെ ഒന്നും കൂടെ. പെട്ടി പെട്ടി മുള്ളുള്ള പെട്ടി, പെട്ടി തുറക്കുമ്പോൾ നാടാകെ നറുമണം. ആർക്കൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ആരെ കുറിച്ചാ നമ്മൾ ഈ പറയുന്നേ? ആരാ? നമ്മുടെ ചക്കപ്പഴം അല്ലേ? മക്കളൊന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ കേട്ടേ. ആദ്യം ടീച്ചർ എന്താ പറഞ്ഞത്? അകത്തറുത്താൽ പുറത്ത് മണമറിയുമല്ലേ? നമ്മുടെ വീട്ടില് ചക്ക മുറിക്കുമ്പം നമുക്കൊക്കെ മണം വരത്തില്ലേ? ഇല്ലേ? പിടികിട്ടിയോ? രണ്ടാമത് എന്താ ടീച്ചർ പറഞ്ഞത്? അച്ഛൻ പരുപര, ചക്കയുടെ പുറത്ത് ആ മുള്ളു പോലല്ലേ നമ്മൾ തൊടുമ്പോ നമുക്ക് പെട്ടെന്ന് അറിയാവല്ലോ അല്ലേ? ചക്ക മുറിക്കുമ്പോഴോ അമ്മ എങ്ങനെയായിരിക്കുന്നാ പറഞ്ഞേ? മിനുമിന അല്ലേ? മക്കളോ മണിമണി. മനസ്സിലായോ? മൂന്നാമത് എന്താ ടീച്ചർ പറഞ്ഞത്? പെട്ടി പെട്ടി മുള്ളുള്ള പെട്ടി അല്ലേ? ചക്കയുടെ പുറത്ത് എന്താ നമുക്ക് തൊടുമ്പോ തോന്നുന്നേ? മുള്ളില് പിടിക്കും പോലെ അല്ലേ? പെട്ടി തുറക്കുമ്പോഴോ നാടാകെ നറുമണം അല്ലേ? നല്ല മണം. മനസ്സിലായോ? കടങ്കഥയുടെ ഉത്തരം കിട്ടിയോ? ഇതും എന്റെ മക്കള് ഇന്ന് വീട്ടിലെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവരോട് മിടുക്കരായിട്ട് ചോദിക്കണം. അവര് ഉത്തരം പറഞ്ഞാൽ അവർക്ക് എന്ത് പറയണം? ഉത്തരം പറയുന്നവരും മിടുക്കരാന്ന് പറയണം കേട്ടോ. ടീച്ചർക്ക് അറിയാം, ടീച്ചർ പറയുന്നത് പോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുമെന്ന്. കുട്ടികളെ, നമ്മളിപ്പോ ആരുടെ കാര്യാ പറഞ്ഞത്? ഏത് പഴത്തിനെ കുറിച്ചാ ടീച്ചർ പരിചയപ്പെടുത്തിയത്? ഏത് പഴവാ? ചക്കപ്പഴമല്ലേ? മക്കൾക്ക് വല്ലോം പിടികിട്ടിയോ ഈ ചക്ക എവിടാ കായ്ക്കുന്നേന്ന്? അറിയാമോ? കഴിഞ്ഞ ദിവസം ഒരു നാടൻ പാട്ട് പാടിയപ്പം ടീച്ചർ പറഞ്ഞു തന്നതായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അങ്ങേ മാവിലെ മാങ്ങ പഴുത്തേ, പിന്നെന്താ പറഞ്ഞു തന്നേ? ഇങ്ങേ പ്ലാവിലെ ചക്ക പഴുത്തേ. ഓർക്കുന്നില്ലേ? തെയ്താരോ തക തെയ്താരോ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പം ചക്ക കായ്ക്കുന്ന മരത്തിന്റെ പേരെന്താ? എന്താ? ഉറക്കെ പറഞ്ഞേ. പ്ലാവ് അല്ലേ? ചക്ക കായ്ക്കുന്ന മരത്തിന്റെ പേര് പ്ലാവ്. ഉറക്കെ പറഞ്ഞേ. കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഈ പ്ലാവ്?
നമ്മുടെ ഒക്കെ പറമ്പിലില്ലേ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? അതെ. ഉണ്ടോ? ഉണ്ട്. ആ, ഉണ്ടല്ലേ. അപ്പം ചക്ക കായ്ക്കുന്ന മരത്തിന്റെ പേരെന്താ? പ്ലാവ്. എന്താ? പ്ലാവ്. ആ, പ്ലാവ്. മിടുക്കരാ കേട്ടോ. ആ. മിടുക്കരാണോ? ആ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ. ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇലകൾ പരിചയപ്പെടുത്തിയില്ലേ ടീച്ചറ്? ആ. പരിചയപ്പെടുത്തിയോ? ആ. ഓർക്കുന്നുണ്ടോ? ഒന്ന് ചോദിക്കട്ടെ. ആ. എത്ര ഇല പരിചയപ്പെടുത്തി? 3. എത്ര ഇലയാ? 3. ആ, 3 ഇലയല്ലേ. ഏതൊക്കെ ഇലയായിരുന്നു? മാവിന്റെ ഇല. ആ, മാവിന്റെ ഇല, പിന്നെ പ്ലാവിന്റെ ഇല. പ്ലാവിന്റെ ഇല, പിന്നെ വാഴയില. വാഴയില അല്ലേ. മാവിന്റെ ഇല എങ്ങനായിരുന്നു? കൂർത്ത്. ആ, കൂർത്ത്. കൂർത്ത് അല്ലേ. ആ, മിടുക്കരാ കേട്ടോ. വാഴയിലയോ? നീളത്തിൽ. നീളത്തില് അല്ലേ. പ്ലാവിന്റെ ഇലയോ? വട്ടത്തിൽ. വട്ടത്തില് അല്ലേ. കുട്ടികളെല്ലാം പ്ലാവില കണ്ടിട്ടില്ലേ? ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ, ഈ പ്ലാവില വെച്ച് നമുക്കൊരു തൊപ്പി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ഇഷ്ടമല്ലേ എല്ലാവർക്കും തൊപ്പി വെച്ച് നടക്കാൻ? അതെ. നമുക്കൊരു തൊപ്പി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. തൊപ്പി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് പ്ലാവില എടുക്കാം. ഓരോ പ്ലാവിലയും ഇതുപോലെ ചെറിയ ഈർക്കിൽ ഉപയോഗിച്ച് വട്ടത്തിൽ യോജിപ്പിക്കാം. മുകളിൽ ഒരു പ്ലാവില കൂടി വെച്ചാൽ നമ്മുടെ തൊപ്പി റെഡി. കുട്ടികളെ, പ്ലാവില കൊണ്ട് തൊപ്പി കണ്ടല്ലോ. കണ്ടു. ഇഷ്ടമായോ? ഇഷ്ടമായി. ഇതുപോലെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് പ്ലാവില കൊണ്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടില് മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാല് നമ്മളെ അവര് സഹായിക്കും. എന്റെ കുഞ്ഞുമക്കള് വേഗം ഇലകളൊക്കെ പെറുക്കി അവരോട് പറയണം മക്കളെ സഹായിക്കാൻ. പറയുമോ? പറയാം. തൊപ്പി അല്ലാതെ പ്ലാവില കൊണ്ട് വേറൊരു കാര്യം പറഞ്ഞേ ഉണ്ടാക്കാൻ പറ്റുന്നത് അറിയാമോ? പണ്ട് കാലത്ത് കഞ്ഞി നമ്മള് കോരി കുടിക്കുമ്പം ഈ പ്ലാവില കൊണ്ടാണ് നമ്മൾ സ്പൂൺ പോലെ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാമത്. മക്കള് ചോദിച്ചാല് അവര് കാണിച്ചു തരും കേട്ടോ. ഭയങ്കര സന്തോഷമാകും അവർക്ക്. ചോദിക്കുമോ? ചോദിക്കാം. ടീച്ചർക്ക് പറഞ്ഞു തരുമോ? തരുമോ? ആ, മിടുക്കരാ കേട്ടോ. ഇപ്പൊ നമ്മള് കണ്ടു ചക്ക കായ്ക്കുന്ന മരം ഏതായിരുന്നു? പ്ലാവ്. ഏതായിരുന്നു? പ്ലാവ്. പ്ലാവ്. കുഞ്ഞുമക്കളൊന്ന് ഓർത്തു നോയിക്കേ. നമ്മുടെ പറമ്പിലുള്ള മറ്റു മരങ്ങള് മാവ്. തെങ്ങ്. അറിയാവുന്ന പേരൊന്ന് ടീച്ചർക്ക് പറഞ്ഞു തന്നേ. തെങ്ങ്. എല്ലാവരും ഉറക്കെ പറയാതെ. മാവ്. ആ, തെങ്ങ്. ഏതാ? തെങ്ങ്. ആ, തെങ്ങ്, പിന്നെ മാവ്. നമ്മൾ എപ്പോഴും പറയുന്നേ. ഇപ്പൊ കൂടെ ടീച്ചർ പറഞ്ഞു. ആ, മാവ്, പിന്നെ പേര. പിന്നെ പേര. ആ, പേരമരം, പിന്നെ ഇത് ആരോ പറഞ്ഞു. നെല്ലി. ആ, നെല്ലിമരം അല്ലേ. ഇതൊക്കെ പലതരത്തിലുള്ള മരങ്ങളാണല്ലേ. അതെ. മരങ്ങളിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള പഴങ്ങളും ലഭിക്കുന്നുണ്ടല്ലേ. അതെ. നമുക്ക് മാത്രമാണോ ഇതിനെല്ലാം അവകാശം? അല്ല. ആണോ? അല്ല. കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞു തന്നില്ലേ? നമ്മുടെ മാമ്പഴക്കുട്ടൻ ഒരു കാര്യം പറഞ്ഞു തന്നില്ലേ? അതെ. എന്തായിരുന്നു? നമ്മള് മനുഷ്യരെ പോലെ അണ്ണാനും പക്ഷികളും എല്ലാം ആരാന്നാ പറഞ്ഞത്? ഈ ഭൂമിയിലെ അവകാശികളല്ലേ. അപ്പം അണ്ണാനും പക്ഷികൾക്കും ഒക്കെ നമ്മളെ പോലെ തന്നെ ഈ പഴങ്ങളൊക്കെ എടുക്കാൻ എന്തുണ്ട്? അവകാശം. എന്തുണ്ട്? അവകാശം. ആ, അവകാശമുണ്ട്. ടീച്ചർക്ക് എന്ത് സന്തോഷാന്നറിയാമോ എന്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ മറുപടി പറയുമ്പം. മിടുക്കരാ കേട്ടോ കുട്ടികളെ.
നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ആരുടെ കാര്യമാ പഠിച്ചത്? ആരുടെ കാര്യമാ? ആ, പഴങ്ങളുടെ കാര്യമല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ആ, ഏത് മരത്തിലാ കായ്ക്കുന്നേന്ന് പഠിച്ചു അല്ലേ? പിന്നെ കടങ്കഥ പഠിച്ചു അല്ലേ? പിന്നെ ആ, മിടുക്കരാണല്ലോ. ആഴ്ചയിലെ 7 ദിവസങ്ങളുടെ പേരും പഠിച്ചു അല്ലേ? മനസ്സിലായോ? ഇഷ്ടമായോ? ഒരു കാര്യം മറന്നുപോയല്ലോ. ടീച്ചർ കണ്ടായിരുന്നു അതുണ്ടാക്കിയപ്പോ നിങ്ങളുടെ മുഖത്തുണ്ടായ സന്തോഷം. എന്തായിരുന്നു? ആ, തൊപ്പി ഉണ്ടാക്കി നമ്മൾ പ്ലാവിലയും കൊണ്ടല്ലേ? മിടുക്കരാ കേട്ടോ. ഇന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. നാളെ ടീച്ചർ ഇതുപോലെ കടങ്കഥ ചോദിക്കും. മിടുക്കരായിട്ട് ഉത്തരം പറയണം കേട്ടോ. കേട്ടോ? കുട്ടികളെ, ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി? എന്താ? ആ, ഇന്നത്തെ പ്രവർത്തനം വീഡിയോ എടുത്ത് ആർക്ക് അയച്ചു തരണം? ആർക്ക് അയച്ചു തരണ്ടേ? ടീച്ചർക്ക് അയച്ചു തരണം. നമ്പർ ഓർക്കുന്നുണ്ടോ? ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ടീച്ചർക്കറിയാം മക്കൾക്കൊക്കെ നമ്പർ അറിയാമെന്ന്. എങ്കിലും ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം. 944588588. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. 944588588. പ്രിയ രക്ഷിതാക്കളെ, ഇന്നത്തെ പ്രവർത്തനം പോലെ പുതിയ പഴങ്ങളും അവയുടെ പേരുകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ പഴങ്ങളുമായി ബന്ധപ്പെട്ട രസകരമായ കടങ്കഥകളും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ. വള്ളിയിലാടും പച്ച ബലൂൺ, കുത്തിയാലും കുത്തിയാലും പൊട്ടില്ല. വള്ളിയിലാടും മുള്ളൻ കാ, കുത്തിയാലും കുത്തിയാലും നോവില്ല. ഒരു കുഞ്ഞു റാ വരച്ചോ. മുഴക്കി വരുന്നുണ്ടേ പഴങ്ങളുള്ളൊരു കളിവണ്ടി. മുമ്പിലിരിപ്പൊരു തണ്ണിമത്തൻ, പുറകെ ഏറ്റം പേരയ്ക്ക. മുമ്പിലിരിപ്പത് തണ്ണിമത്തൻ, പുറകെ ഏറ്റം പേരയ്ക്ക. മുന്തിരിയരികെ ഓറഞ്ചിനരികെ ആപ്പിളരികെ സപ്പോട്ട. കടകട വണ്ടി കളിവണ്ടി, പഴങ്ങളുള്ളൊരു കളിവണ്ടി. മഞ്ഞ വാഴപ്പഴം, വാഴപ്പത്തിച്ച് മഞ്ഞ മുന്തിരി. ആപ്പിൾ അടിച്ച് ചുവപ്പ്. ആപ്പിൾ നേരം ചുവപ്പ്. മാങ്ങ നേരം മഞ്ഞ. പഴങ്ങളുടെ നേരം മാതളം, ഇതിന്റെ നേരം ചുവപ്പ്. ബനാന ബനാനയുടെ നേരം മഞ്ഞ. അങ്കണവാടി എന്റെ അമ്പിളി വീട്, പൈങ്കിളികൾ കുഞ്ചി വരും പുഞ്ചിരി വീട്. ഹായ് കഖ ഖ ങ ച ച ച ഛ ന